ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരു സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ. നടന്ന് പണ്ടാരടങ്ങിയെന്ന് പറയുന്നത് മാത്രമേ അറിയുള്ളൂ. ഇതാണ് ഇപ്പാണ് നടന്നിരിക്കുന്നത്. അത്രയ്ക്ക് നടന്ന് ഞങ്ങൾ മടുത്തു കേട്ടോ. നല്ല നടക്കാനുള്ള വഴിയാണെങ്കിൽ നല്ല കല്ല് പതിച്ച നല്ല വഴിയാണ്. നമ്മളെപ്പം നടന്നാൽ ശ്രദ്ധിച്ച് നടന്നില്ല പടക്കമെന്ന് പറഞ്ഞ് താഴേക്ക് വീഴുന്ന അവസ്ഥയിലുള്ള വഴികളാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളായിട്ടാണ് വരുന്നതെങ്കിൽ പണി 16 നമുക്ക് കിട്ടും. നമ്മളെ കയ്യിൽ തുമ്പിപ്പെണ്ണും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 16 പണിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ച എന്താണെന്ന് ചോദിച്ചാൽ വന്ന് ടിക്കറ്റ് എടുത്ത് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു പോരാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇത്രയ്ക്കും ഒരു ലോങ് ഡ്രൈവ് നമ്മൾ നടക്കേണ്ടി വരുന്ന അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ നന്നായിട്ട് നടക്കുന്ന വഴിയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. നടന്നു പോകാൻ നമ്മൾ ഈ തുമ്പിപ്പെണ്ണി എടുത്ത് പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല എൻജോയ് ചെയ്തിട്ട് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഏട്ടൻ്റെ അടുത്ത് കൂടെ പോയില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്തോണ്ട് ഇവളെ നടത്തിക്കാനും പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ. അങ്ങനെ ഒരു കണക്കിന് നടക്കുകയല്ല, നിവൃത്തിയില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവളെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിയുമ്പം മടുക്കും, പിന്നെ ഒന്ന് നിൽക്കും, പിന്നെ നടക്കും. പക്ഷേ അങ്ങോട്ട് പോകുന്നത് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ തിരിച്ച് കയറുന്നതാണ് അതിലും വലിയ ഡിഫിക്കൽട്ടായി തോന്നിയത് കേട്ടോ. തിരിച്ച് കയറുക എന്ന് പറഞ്ഞാൽ ഇമാതിരി ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ താഴേക്ക് വരുന്നത് പോലെ അല്ലല്ലോ മുകളിലേക്ക് കയറുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എത്ര കയറിയിട്ട് നമുക്ക് തിരിച്ചെത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടൻ്റെ കയ്യിലേക്ക് തന്നെ നമ്മൾ തുമ്പിപ്പെണ്ണ് കൊടുത്തു കേട്ടോ. ഇവളാണ് ഏട്ടൻ്റെ അടുത്ത് അങ്ങനെ പോവില്ല. പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞങ്ങൾ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാനങ്ങ് വേഗം നടന്ന് കയറിയതാണ് കേട്ടോ. എനിക്ക് എന്തായാലും അവളെ എടുത്തിട്ട് ഒറ്റയ്ക്ക് കയറാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായി. പിന്നെ എന്തിനാ വെറുതെ. അപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്ത് ഞാൻ എങ്ങനെയൊക്കെയോ മുകളിലേക്ക് കയറി പോകുന്നു കേട്ടോ. അത് നമ്മളവിടെ വെള്ളച്ചാട്ടത്തിന് അടുത്ത് എത്താനായപ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരു ഉച്ചയായിട്ടുണ്ട്. ഒരു 1 മണി 1:30 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ നമ്മളവിടെ എത്തിയത്. നല്ല വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര വെള്ളമൊന്നുമില്ല. ഇതാണ് കേട്ടോ നമ്മളെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ. 3 സൈഡിൽ നിന്നാണ് കേട്ടോ വെള്ളം വരുന്നത്. നല്ലതായിട്ട് വെള്ളം, ഫുള്ളായിട്ട് വെള്ളം ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി വ്യൂ തന്നെയായിരുന്നു. പക്ഷേ ഇത്ര വെള്ളമാണെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് വൈബൊക്കെ ആസ്വദിക്കുന്നവർക്ക് നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് നിന്ന് കാണാൻ അടിപൊളിയാണ് കേട്ടോ. അവിടെ നമ്മൾ അത്രയും നടന്നതിന് കാര്യമൊക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ട് ആ ഒരു ഫീല് അടിപൊളിയാണ്. ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കയറി വന്നതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത്. കയറി വന്നെന്ന് പറഞ്ഞാൽ മടുത്ത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ നടന്നിട്ട് ഞാൻ മടുത്തു കേട്ടോ. ഏട്ടനാണ് തുമ്പിപ്പെണ്ണ എടുത്ത്, എന്നാലും ഞാൻ മടുത്തു. അങ്ങനെ മടുത്ത് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ ഉള്ള ഒരു സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. അവിടെ ഐസ്ക്രീം താഴെയാണ്, നമുക്ക് ചായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുടിക്കാനൊന്നും പറ്റിയില്ല, അവിടെ ക്യാഷ് വേണമായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം.